സുഭാഷിതം. ദൈവം ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളും നന്മകളും ഓർത്ത് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ് ദാവീദിന്റെ 138 സങ്കീർത്തനം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. തുടർന്നുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് നന്ദി പറയാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം ദാവീദിനു വേണ്ടി മാത്രമല്ല എഴുതിയിരിക്കുന്നത്. ഇത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും നന്ദി പറയുവാൻ ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും നമ്മെ ഉത്തേജിപ്പിക്കുന്നു. 2 വാക്യത്തിൽ നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. ദൈവം നമ്മോട് കാണിച്ച സ്നേഹവും ദയയും കരുണയും ഓർത്ത് ദാവീദിനോട് ചേർന്ന് നമുക്കും നന്ദി പറയാം. സകല നാമത്തിനും മീതെയുള്ള നാമമാണ് ദൈവത്തിന്റെ നാമം. ഈ വിലയേറിയ നാമത്തിൽ ആശ്രയിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചതുകൊണ്ട് നന്ദി പറയാം. 3 വാക്യം വായിക്കുന്നത്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ദാവീദ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച പല സന്ദർഭങ്ങളുണ്ട്. അവിടെ ദൈവം തനിക്ക് ഉത്തരമരുളി. കഴിഞ്ഞ ദിനങ്ങളൊന്ന് ചിന്തിച്ചാൽ എത്രയെത്ര സന്ദർഭങ്ങളിൽ നാം ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. ദുർബലരും നിരാശരുമായി തീർന്ന സന്ദർഭങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നാം പറയാറില്ലേ, എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഞാൻ തരണം ചെയ്തു എന്ന്. പ്രിയമുള്ളവരെ, അപ്പോഴൊക്കെ ദൈവം നമ്മോട് കൂടെയിരുന്നു. ദൈവം നമുക്ക് ശക്തി നൽകി, ബലം ഉള്ളിൽ പകർന്ന് ധൈര്യപ്പെടുത്തി. ദൈവം ഉന്നതനാണ്, ഭൂമിയിലെ സകല രാജാക്കന്മാരെക്കാളും വലിയവൻ. അവിടുന്ന് അരുളി ചെയ്ത വചനങ്ങളെ കേട്ട് രാജാക്കന്മാരും ദൈവത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. പൗലോസ് ആ മഹത്വം ദർശിച്ചതുകൊണ്ട് എഴുതിയത് കേൾക്കൂ. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നവനാണ്. ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. മനുഷ്യരിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തവനായ യേശു കർത്താവ്. 7 വാക്യത്തിൽ പറയുന്നത്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. നിന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. Though I walk in the midst of trouble, you will revive me. You will stretch out your hand against the wrath of my enemies, and your right hand will save me. നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ വലങ്കൈ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് 8 വാക്യത്തിൽ പറയുന്നു, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയ്ക്ക് സ്തുതിയും സ്തോത്രവും നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.